നമസ്കാരം. പൂരാടം നക്ഷത്രക്കാർക്ക് ശനി 4-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കഷ്ടപ്പാടുകളാണ്. എങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. വലിയ ചെലവുകളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പൂരാടം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ്. നിങ്ങളുടെ ജന്മ നക്ഷത്ര ദേവത അപസ്സാണ്. ജലം എന്നാണ് അതിനർത്ഥം പറയുന്നത്. അതിനാൽ ഓം ജലദേവതാഭ്യോ നമ, ഓം ജലദേവതാഭ്യോ നമ എന്ന മന്ത്രം പതിവായിട്ട് ചൊല്ലുക. ഓം ജലദേവതാഭ്യോ നമ എന്ന് ചൊല്ലാം. അതുമാത്രമല്ല, ഓം അദ്രഭ്യോ നമ എന്ന മന്ത്രവും ശ്രേഷ്ഠമാണ്. ഓം അദ്രഭ്യോ നമ, ഈ 2 മന്ത്രങ്ങളും നിത്യവും നിങ്ങൾ ജപിക്കുക. എല്ലാ കാലവും ജപിക്കുക. ലൈഫ് ലോങ് നിങ്ങൾ ജപിച്ചോളാം. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് വ്യാഴത്തെ പതിവായിട്ട് ഭജിക്കുന്നത് നന്നായിരിക്കും. ഓം ഭ്രം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രവും നിങ്ങൾ എല്ലാ ദിവസവും 108 ജപിക്കുന്നത് നിങ്ങൾ പൂരാട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ദോഷശമനത്തിന് നല്ലതാണ്. പൂരാട നക്ഷത്രത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ഓം ശും ശുക്രായ നമ എന്ന് പതിവായിട്ട് ചൊല്ലുക. ഈ മന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് കാണാണ്ട് പഠിച്ചു വെച്ച് നിത്യവും അങ്ങ് ചൊല്ലിക്കോളാം. ഓം ശും ശുക്രായ നമ എന്ന് ചൊല്ലുക. ശുക്രന്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി, അന്നപൂർണേശ്വരി ഒക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പറ്റുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭജിക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇനി മാത്രമല്ല, നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ദശാകാലങ്ങൾ നോക്കുക. ദശാകാലത്തിൽ ദശാക്രമത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ദോഷപ്രദനായ ദശയാണെങ്കിൽ അതിൻ്റെ അധിഷ്ഠാന ദേവതകളെ നിങ്ങൾ ഭജിക്കുക, ഉപാസിക്കുക. മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ പറയാറുള്ള പോലെ കുടുംബദേവതയും പരദേവതയും ഗ്രാമദേവതയും നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ വഴിപാടുകൾ ഒന്നുകിൽ പക്കപ്പിറന്നാളിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്ത് കുടുംബ പരദേവതകളെ, ഗ്രാമദേവതകളെ, അതുപോലെ തന്നെ ഇഷ്ടദേവതകളെയൊക്കെ ഉപാസിക്കുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് നന്നായിരിക്കും.